ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഈസി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കട്ട് ബീഡ്സും ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ബീഡ്സുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പാർട്ടി വെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ കുർത്തിയാണ്. പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റില്ല, പാർട്ടിക്ക് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ എന്നാലും ഡെയിലി വെയേഴ്സായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ് വരുന്നത് സാധാരണ. നിങ്ങൾക്ക് 14 വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 12ലോ 11ലോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. ലൈൻസ് എല്ലാം 1 ഇഞ്ച് അളവിൽ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ഇഞ്ച് അളവിൽ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കുഞ്ഞു റൗണ്ട്സ് കണ്ടോ, അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് വർക്കുകളാണ് ചെയ്യുന്നത്. അതുപോലെ 2 ലൈൻസ് അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അകത്തി ചെയ്യരുത്, അടുപ്പിച്ച് 2 ലൈൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ പേപ്പറിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ലെങ്തും ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ വണ്ണവും എല്ലാം നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ പിന്നെ റൗണ്ട്സൊക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് 1 ഇഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ലൈൻ പോലെ കണ്ടോ, അടുപ്പിച്ച് ഇതേപോലെ അടുപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 2 ലൈൻസ് അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ബീഡ്സ് വർക്കാണ് വരുന്നത്. ഇതേപോലെ ഇത്രയും അളവിൽ ഇത്രയും ലെങ്തിൽ നമുക്ക് കുഞ്ഞ് റൗണ്ട്സ് വരച്ചു കൊടുക്കണം. അവിടെയൊക്കെ ഒരുപാട് വലിയ റൗണ്ട്സ് വരയ്ക്കരുത്, ചെറിയ റൗണ്ട്സേ വരച്ചു കൊടുക്കാവൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ബീഡ്സ് വർക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ റൗണ്ട്സും നമ്മളിതേപോലെ വരച്ചു കൊടുക്കുക. കണ്ടോ, വളരെ സിമ്പിളാട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ എല്ലാം വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് വർക്ക് ചെയ്യാൻ പോവാണേ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ലൈൻ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലൈന് നമ്മൾ കട്ട് ബീഡ്സ് ഇല്ലേ, കട്ട് ബീഡ്സ് തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. കട്ട് ബീഡ്സ് ഓരോ കട്ട് ബീഡ്സായിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിഗിനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ നോർമൽ നീഡിൽ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ബീഡ്സ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കേൾക്കുമ്പോൾ ബോറടിക്കുമായിരിക്കും, പക്ഷേ അങ്ങനെയല്ല, ബിഗിനേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതുപോലെ ഓരോ ബീഡ്സ് എടുത്തിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്താണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് കുറേ നാൾ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ ക്ലാസ് അല്ലേ, അപ്പം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരണ്ടേ നിങ്ങൾക്ക് ഞാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഓരോ വീഡിയോസായിട്ടും ഓരോ ബീഡ്സായിട്ടും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആരെയും നീഡിൽ ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട. ആരെയും നീഡിൽ നമ്മളിങ്ങനെ ലോക്കിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ അത് പോകുമെന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ ഇനിയിപ്പം നിങ്ങൾ സാധാരണ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പേടിയാണ്, നിങ്ങൾക്കത് വാഷ് ചെയ്താൽ പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് വശത്ത് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രെയിമിൽ നിന്ന് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഫാബ്രിക് ഗ്ലൂ, വർക്ക് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് ഫാബ്രിക് ഗ്ലൂ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ത്രെഡ് ആണെങ്കിലും ഇതേപോലെ ഈ നമ്മൾ സിൽക്ക് ത്രെഡ്സ് ഇല്ലേ, നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യണേ, അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കുറച്ച് നാൾ നിൽക്കും, നമ്മുടെ ഈ വർക്കുകളെല്ലാം കുറച്ച് നാൾ നിൽക്കും. ഇപ്പോൾ അതാ ഞാൻ ഒരു ലൈൻ വരച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ ലൈനിൽ തന്നെ ഒരുപോലെ ഞാൻ വീണ്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ അടുത്ത ലൈൻസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതാ കുഞ്ഞു റൗണ്ടില്ലേ, ഞാൻ ഒരു 12ഓളം എടുത്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ്. എന്നിട്ട് ആദ്യം നമ്മളെടുത്ത കോർത്ത ഒരു ബീഡില്ലേ, ആദ്യം എടുത്ത ഒരു ബീഡ് അതിനകത്തോട്ട് നമ്മുടെ നീഡിലൊന്ന് കയറ്റിയിട്ട് താഴേക്ക് പിൻ ചെയ്യുക. എന്നിട്ട് പതിയെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു ബീഡ് കിട്ടും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഒന്ന് ലോക്കിട്ട് കൊടുത്താൽ മതി. ഓരോ സൈഡിൽ നിന്നും എല്ലാ ബീഡ്സിലും ലോക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് ഒറ്റയടിക്ക് നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ഓരോന്നും ലോക്കിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതേപോലെ നമ്മൾ ഓരോ ബീഡ്സുകളും ലോക്കിട്ട് കൊടുക്കുക. പിന്നെ ഇതേ ലൈൻസ് ചെയ്ത് കൊടുക്കുക, പിന്നെ അടുത്ത ലൈൻസ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഈ ബീഡ്സ് ചെയ്ത് കൊടുക്കുക, റൗണ്ട് ബീഡ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതുതായിട്ട് കാണുന്നവരെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.